Okay, good morning all of you. All of you mark your attendance. Attendance mark ചെയ്തേ മക്കളെല്ലാവരും. എല്ലാവരും ചെയ്യണേ. അപ്പൊ നമ്മള് ചിഹ്നങ്ങളില് ഏതൊക്കെ പഠിച്ചു? ആ എന്നൊരു ചിഹ്നം പഠിച്ചു. നെക്സ്റ്റ് ഈ മൂന്ന് ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിഹ്നങ്ങള് ഏതെങ്കിലും തെറ്റി ആ വാക്കുകളെ അത് തന്നെ മാറും കേട്ടോ. മല ആ എന്ന ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ മാലയാവും കേട്ടോ. അപ്പൊ ആ എന്ന ചിഹ്നത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ചിഹ്നങ്ങൾ പഠിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണേ മക്കള് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മല അതിന്റെ ഇടയിൽ ആ എന്ന ചിഹ്നം യൂസ് ചെയ്തു. അപ്പൊ എന്തായി? ഈ മാലയായി അല്ലേ? ആ അതേപോലെ ചിഹ്നങ്ങള് ഇടേണ്ട സ്ഥലത്ത് തന്നെ ഇടണേ. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത പുലി പൂവ് അല്ലെ? പൂ എന്ന ചിഹ്നമാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് വേണ്ട അവിടെ വായിക്കാം എഴുതാം എന്നുള്ളതില് ഫസ്റ്റ് പിക്ചർ എന്താ? പുലി. കണ്ടോ മക്കളെ? പുലി. അതിന്റെ ഇടയിൽ കണ്ടോ പൂ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? പൂ എങ്ങനെ ചിഹ്നം എഴുതണ്ടേ നോക്കേ. അപ്പൊ നമുക്ക് അത് ഫസ്റ്റിൽ പഠിക്കാം. ഓക്കെ, all of you listen. ഊ എന്ന ചിഹ്നം എങ്ങനെ എഴുതാം? അപ്പോ ഊ എന്ന അക്ഷരം അല്ലെ? സ്വരാക്ഷരങ്ങളില് നമ്മൾ പഠിച്ചതാണ് ഊ എന്ന അക്ഷരം അല്ലെ? അതിന് പകരമായി എഴുതുന്ന ചിഹ്നാണിത്. ഊ ഇങ്ങനെ എഴുതി ഇതാണ് ഊ എന്ന ചിഹ്നം. കണ്ടോ? എഴുതാൻ പഠിച്ചു നോക്കി, എഴുതി നോക്കിയെന്ന് സ്ലേറ്റിൽ ആദ്യം ഫസ്റ്റ് എഴുതി നോക്കിയ മക്കളെ ഊ ചിഹ്നം എങ്ങനെ എഴുതാമെന്ന്. ഓക്കെ, ഊ എന്ന ചിഹ്നം. അപ്പോ ആ ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം യൂസ് ചെയ്യാല് എന്ത് വായിക്കും? കു അല്ലെ? ക് പ്ലസ് ഊ ആണ് അല്ലെ? ക് പ്ലസ് ഊ കു അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ പുലിയാണ്. പ് പ്ലസ് പൂവാണ്. പൂ അല്ലെ? പുലി. പുലി എന്നുണ്ട് അല്ലെ? പുലി. നെക്സ്റ്റ് വേണം ഒന്ന് പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ മക്കള്. ഊ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള ഇവിടെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ അൺമ്യൂട്ട്. ഏതാ ജാനകി? ജാനകിക്ക് ഏതറിയാം? ഒരു എക്സാമ്പിൾ പറഞ്ഞേ മിസ്സിനോട്. ഊ എന്ന ചിഹ്നം യൂസ് ചെയ്ത് നമ്മൾ എഴുതേണ്ടത്. ജാനകി അൺമ്യൂട്ട് ചെയ്തേ. പുര. ഓക്കെ, വെരി ഗുഡ്. പുര അല്ലെ? നെക്സ്റ്റ് മുന. അടുത്തൊന്നുകൂടി വേണമെങ്കിൽ പറയാം. മുന, പുളി അല്ലെ? പിന്നെ എന്താ അറിയാം? ഊ എന്ന ചിഹ്നാണ് അല്ലെ? നെക്സ്റ്റ് ധൻദേവിന് പറയണോ? ധൻദേവേ ഏത്? മുടി. വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹർഷാലേ ആ പറഞ്ഞോ. എന്താ ഹർഷാലേ? അൺമ്യൂട്ട് ചെയ്ത് പറ. പുതിയ. വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പറയണ്ടേ? ആ ഇവിടെ ഫാത്തിമക്ക് പറയണോ? ആ പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോ ഫാത്തിമ. എന്താണ് ഫാത്തിക്കുട്ടി? വേം പറ. സുഖം അല്ലേ? സുഖം. പുഴ. വെരി ഗുഡ്. പുഴ. അപ്പൊ മനസ്സിലായല്ലേ? സയാനി എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തോ സയാൻ. മോനെ പ്ലീസ് അൺമ്യൂട്ട്. കുഞ്ഞ്. വെരി ഗുഡ്. അപ്പൊ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പൊ എക്സാമ്പിൾ നമ്മൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അല്ലേ?
അപ്പോ ഒന്ന് പുളി. പുളീന്ന് എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് ള പഠിച്ചിട്ടില്ല അല്ലെ? അപ്പൊ അത് നമുക്ക് വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കാം അല്ലേ? പുര, നെക്സ്റ്റ് രാ എന്ന അക്ഷരം എഴുതി അല്ലേ? നെക്സ്റ്റ് വൺ മുന, മാ എഴുതി മ പ്ലസ് ഉ അല്ലേ? മൂ. എങ്ങനെ മൂ? ഓക്കെ, മനസ്സിലായോ? അപ്പോ പുര, മുന, പുലി. ഡോട്ട് കംപ്ലീറ്റ് ചെയ്യണേ. പുലി, പൂവ് അല്ലേ? നെക്സ്റ്റ് ഊ എന്ന ചിഹ്നമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് അല്ലേ? ഊ ചിഹ്നം. അപ്പൊ ഊ എന്ന സ്വരാക്ഷരം എങ്ങനെ എഴുതാം? സ്വരാക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഊ അല്ലേ? ഇതിന് സമാനമായത് എഴുതാം നമുക്ക്. ഏതാ? ഊ ചിഹ്നം എങ്ങനെയാ? നമ്മൾ നേരത്തെ പഠിച്ച ഊ എന്ന ചിഹ്നത്തിന് ഒന്ന് ചുരുക്കുവാണ്, ഒന്നുകൂടി ഇങ്ങനെ ചുരുക്കിയിടുവാണ്. ഊ എഴുതി നോക്കിയ മക്കളെ. ഊ പറഞ്ഞുകൊണ്ട് എഴുതണേ. ഊ എന്ന ചിഹ്നമാണ് ഊ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഊ പറഞ്ഞത് കൊണ്ടാണ് മിസ് ഒന്നുകൂടി പറയുന്നത് ഇപ്പോ. ഊ എന്ന ചിഹ്നം. ഓക്കെ. പൂവ്. എക്സാമ്പിൾ എന്താ? പൂവ്. കണ്ടോ? ഫ്ലവർ കണ്ടോ അവിടെ? പൂവ്. പാ എഴുതി ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തു. പിന്നെ വാ എഴുതി ചന്ദ്രക്കല. പൂവ് അല്ലേ? ഫസ്റ്റ് വൺ പൂ. ഇനി മക്കള് പറഞ്ഞോ, എക്സാമ്പിൾ പറഞ്ഞോ. ആർക്കറിയാം? എക്സാമ്പിൾ പറഞ്ഞേ. ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുള്ളത് ആർക്കാ പറയുന്നത്? ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. റിസ്വാനെ അറിയോ? റിസ്വാനെ, ആഫിയ, റിഷാൻ, ആർക്കറിയാം? പൂരി. ആ സയാൻ കൈപൊക്കിയിട്ടുണ്ട് അല്ലേ? സയാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. സയാൻ അൺമ്യൂട്ട് ചെയ്തോ മോനെ. നൂല്. ഓക്കെ, വെരി ഗുഡ്. നൂല്. നെക്സ്റ്റ് ഏതറിയാം? പൂരി അല്ലേ? ഊ എന്ന ചിഹ്നാണ് അല്ലേ? പൂരി, നൂല്. നോക്കിയേ, ഇനി ഏതെങ്കിലും അറിയോ? ഓർത്ത് നോക്കിയേ. ആ ധൻദേവിന് എന്തോ പറയാനുണ്ട്. ആ ധൻദേവ് അൺമ്യൂട്ട് ചെയ്തോ. വെരി ഗുഡ്. നമുക്ക് പഠിക്കാനുണ്ടല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഉണ്ട്. തൂൺ, കൂൺ അല്ലേ? നെക്സ്റ്റ് ആർക്കറിയാം? ഫാത്തിമക്ക്. ഓക്കെ. ഓ എല്ലാരും കൈപൊക്കുന്നുണ്ടോ ഇവിടെ? ആ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തു. പൂരം. വെരി ഗുഡ്. പൂരം. മാനവയെ മനസ്സിലായോ മോനെ? ചിഹ്നങ്ങളെ മനസ്സിലാവുന്നില്ല? എക്സാമ്പിൾ ഒന്നും പറയുന്നില്ലല്ലോ. ദിയ കുട്ടി മനസ്സിലായില്ലടാ? നിഹാര, നിഹാൽ ഒന്നും മിണ്ടുന്നില്ല. എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. അല്ലേ റിഷാനെ? റിഷാനും ഒന്നും പറയുന്നില്ലല്ലോ ഇന്ന്. ആഫിയ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? പൂരം, പൂരി, നൂല്, പിന്നെയോ തൂൺ, കൂൺ അല്ലേ? ഓക്കെ, കൊറേ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് രണ്ടെണ്ണം എഴുതാം. പൂവ്, നൂല്. ഊ എന്ന ചിഹ്നം ആണ് നമ്മൾ പഠിക്കുന്നേ. മക്കളെ ഊ ചിഹ്നം മനസ്സിലാക്കണം. ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈ ചിഹ്നം യൂസ് ചെയ്താലാണ് ഊ എന്ന ഉച്ചാരണം വരിക. അപ്പൊ മായാണെങ്കിൽ മൂ, തായാണെങ്കിൽ തൂ, രായാണെങ്കിൽ രു,
വായാണെങ്കിൽ വൂ. മനസ്സിലായോ? ഓക്കെ. ഊ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു പേജ് വായിച്ചേ മക്കളെ. ഹർഷാലേ പേജ് തൊട്ട് വായിച്ചേ. ഹർഷാൽ ഇന്നലെ ഉറങ്ങിയില്ല തോന്നല്ലോ. ഇല്ലേടാ? ഇല്ല, ഉറക്കൊന്നും വരുന്നില്ല അല്ലേ? നേരെ ഇരിക്കും. നേരെ ഇരുന്നേ, നല്ല മോനായിട്ടിരുന്നേ. ആ, നിഹാര എഴുതി കഴിഞ്ഞു. നിഹാലിനും നിഹാരക്കും എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞു. ആ, എഴുതണോ? പുലി, പൂവ്, ഊ എന്ന ചിഹ്നം ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഊ. ഇന്ന് നമ്മള് പഠിച്ചതൊക്കെയാ ഊ. അപ്പൊ മിസ് ഇന്ന് നമ്മള് പഠിച്ചതും ഇന്നലെ പഠിച്ചതും കൂടെ ഒന്നിച്ചെഴുതി തരാം. ഏതൊക്കെയാണ് ചിഹ്നങ്ങളെന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഇത് ക്ലിയർ ചെയ്യുന്നേ. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച ഫസ്റ്റ് ചിഹ്നം മുതൽ എഴുതാം. അപ്പോ ആ സ്വരാക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരം ആ. അതിന് നേരെ ഇങ്ങനെ എഴുതി വെക്കണേ എവിടെയെങ്കിലും പഠിക്കാൻ. ആ എന്ന ചിഹ്നം കേട്ടോ. ക്ക് പ്ലസ് ആ എന്നല്ല നമുക്ക് പിന്നീട് പഠിക്കാം. ഇതിപ്പോ മക്കള് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. ആ. നെക്സ്റ്റ് വൺ ഈ. ഹൈഫൺ ഇടുക. ഈ എന്ന ചിഹ്നം ഇടുക. നെക്സ്റ്റ് ഇത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക നോട്ടിലിട്ട് കേട്ടോ. എന്നുള്ള സ്വരാക്ഷരം എഴുതുക. എന്നിട്ട് അതിന് നേരെ ഹൈഫൺ ഇട്ടിട്ട് ഈ എന്ന ചിഹ്നം ഉണ്ടോ? ഈ ചിഹ്നത്തിന് ചുരുക്ക് വഴി ഉണ്ടോ? ഈ. നെക്സ്റ്റ് ഊ. ഊ എഴുതി ഹൈഫൺ ഇട്ടു. ഊ ചിഹ്നം. ഹർഷാല എഴുതുന്നില്ലേ? ഹർഷാലേ അടുത്തത് ഊ. നമ്മൾ ഇത്രയാണ് ഇപ്പോ പഠിച്ചത്, ഇന്നലെയും ഇന്നുമായിട്ടല്ലേ. ഓർത്തു വെക്കണേ മക്കള്. ഊ. ഹൈഫൺ ഇടുക. ഊ. ഓക്കെ, ഇത്ര എഴുതി വെച്ചോ മക്കള്? നല്ല വൃത്തി നോക്കി എഴുതിയേ. നമ്മുടെ 2 ലൈൻ ബുക്കിൽ എഴുതി വെച്ചോ കേട്ടോ. ഇതെനിക്ക് എഴുതണേ കുറെ പ്രാവശ്യം. നിങ്ങൾ ഒരു പേജ് നിറയെ എഴുതിക്കോ. ആ ഏതാണ് ചിഹ്നം? ഈ വരുമ്പം ഏതാണ് ചിഹ്നം? ഈ ഊ കേട്ടോ. എന്താണ് ഹർഷാലിന്റെ അമ്മ എന്തോ വേണ്ടാത്ത പണിയെടുത്തു അല്ലേ? പിന്നെ നല്ല വൃത്തി എഴുതുന്ന ഉണ്ടായത്. വേഗം എഴുതിക്കോ. അപ്പൊ ആ എന്നുള്ള ചിഹ്നം ഏതാന്ന് നോക്കണേ. ഇതാണ്. നെക്സ്റ്റ് ഈ ഊ കേട്ടോ. അപ്പൊ ക്ക് പ്ലസ് ആയാണ് കാ. ക്ക് പ്ലസ് ഈ കീ. ക്ക് പ്ലസ് ഈ കീ. ക്ക് പ്ലസ് ഉ കൂ. ക്ക് പ്ലസ് ഊ കൂ. ഇത്രയാണ് നമ്മളിപ്പോ പഠിച്ചത്. അത് ഏത് അക്ഷരാണോ ഈ സ്വരചിഹ്നങ്ങൾ വരുന്ന എങ്ങനെയാ? സ്വരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഏതാണ് ചേരുന്നത് അതിന്റെ ഉച്ചാരണം വെച്ചാൽ അത് വായിക്കുക. ഓക്കെ. കായാണെങ്കിൽ കീ, വായാണെങ്കിൽ വി, മായാണെങ്കിൽ മീ, തായാണെങ്കിൽ തി. ഇനി മക്കൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്, ചിഹ്നങ്ങളും കൂടെ പഠിച്ചിട്ടുണ്ട്, ചില്ലക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോ ശ്രദ്ധിച്ചു വായിക്കുക അല്ലെ? ആദ്യ അക്ഷരം വായിക്കുക, അതിന് ഏത് ചിഹ്നാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് വായിക്കണം. ഓക്കെ. ദിയക്ക് മനസ്സിലായില്ലേ? ദിയ സ്വരാക്ഷരങ്ങൾ പഠിച്ചോ? ദിയക്കുട്ടി ആ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതില് പുലി, പൂവ്. നിങ്ങളിൽ ഏതാ നെക്സ്റ്റ് ഉള്ളത് മക്കളെ? ആ പേജിൽ ഏതൊക്കെയാ ഉള്ളത്? വായിച്ചേ. മിസ്സിന്റെ ഇങ്ങനെയാ ഉള്ളത് കണ്ടോ? ചിഹ്നങ്ങളാ ഉള്ളത്. പിന്നെ പുര, മുന,
പൂരി നൂല് അല്ലെ. നിങ്ങളുടെ ചിഹ്നങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയി വരുന്നതെന്നാണ് ഉണ്ടാവുക. ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയെടുത്തോ മക്കളെ? ഒരു ടെക്സ്റ്റ് ബുക്ക് മിസ്സിനെ കാണിച്ചേ നോക്കട്ടെ. ഇങ്ങനെ പൊക്കി കാണിച്ചേ പേജ്. രണ്ടുപേരും ശരിക്കും പിടിച്ചേ, മിസ് വായിച്ചതാ. പുലി പൂവ്. അടുത്തത് കാണിച്ചെന്നേ മിസ്സിന്. നര നുര. കണ്ടോ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോ നര നുരയായി. പുര പൂരി അല്ലെ. ചിഹ്നങ്ങൾ അവിടെ ഊ എന്ന ചിഹ്നവും ഈ ചിഹ്നവും യൂസ് ചെയ്തു, അപ്പൊ പൂരിയായി. നെക്സ്റ്റ് മുന, പിന്നെയോ നൂല്. ഇത്രയാണല്ലേ. ഉണ്ടോ മിസ്സിന്റെ ടെക്സ്റ്റ് മാറ്റാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നര നുര, പുര പൂരി അല്ലേ. ഉണ്ടോ അതിന്റെ ഡിഫറൻസ് ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോ? കണ്ടോ ഇന്നലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മല മാലയായി. ഇപ്പൊ എന്തായി? എഴുതിയെടുത്തല്ലേ മക്കള്? ഓക്കെ. നര അല്ലേ. അതെന്തായി മക്കളെ? കണ്ടോ ഇതിന്റെ ഇടയിൽ ഒരു ഊ എന്ന ചിഹ്നം ഇട്ട് കഴിഞ്ഞാല് എന്തായി നോക്കിയേ. ഒരു മിനിറ്റ് മിസ് കുറച്ച് ഡിഫറെന്റ് വിട്ട് എഴുതാം. നായും രായും അല്ലേ. അപ്പോ ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തു. കണ്ടോ നര നുരയായി. ഊ ചിഹ്നം കണ്ടോ. നെക്സ്റ്റ് പുര അല്ലേ. പുര നമ്മള് ആദ്യം പഠിച്ചു. കണ്ടോ എഴുതി പുര അല്ലെ. ഊ എന്ന ചിഹ്നം യൂസ് ചെയ്യുമ്പോ മക്കളെ എന്നിട്ട് ഈ രാക്ക് വള്ളി വിട്ടു. എന്ത് വായിക്കും? എന്ത് വായിക്കും കർഷാലേ? മാറി. പുര എന്തായി? കർഷാലെന്ന് വായിച്ചേ. പൂരി. വെരി ഗുഡ്. പൂരി അല്ലെ. പൂരി എന്നായി. ഓക്കെ. അപ്പൊ കണ്ടോ നര നുര പുര പൂരിയായി. അപ്പൊ ചിഹ്നങ്ങള് ശ്രദ്ധിച്ചെഴുതണം, അല്ലെങ്കിൽ ആ വാക്യം മാറിപ്പോവേ. അപ്പോ അടിയിൽ എന്താ എഴുതിയിട്ടുണ്ട്? പക്ഷി പിടിച്ചിട്ട് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. എന്താണ്? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. വിശ്വാനെ മനസ്സിലായോടാ? ചിഹ്നങ്ങള് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആ ഈ ഇത്രയും ചിഹ്നങ്ങൾ പഠിച്ചു. പുലി പുല്ലും തിന്നും. വെരി ഗുഡ്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഓക്കെ. അപ്പോ അത്രയാണ് നമ്മൾ പഠിച്ചതിന്റെ. പുലി, പൂവ്, നര നുര, പുര പൂരി അല്ലേ. ലാസ്റ്റ് എന്താ ഉള്ളത്? രണ്ടെണ്ണം കൂടെ നിങ്ങളിൽ ഉണ്ടല്ലോ. എന്താ റിഷാനെ? ആ പേരൊന്ന് വായിച്ച റിഷാനെ. പുലി പൂവ്. റിഷാനെ അടുത്ത് എന്താ ഉള്ളത്? നര. വായിക്കേ. നുര. പുര. പൂരി. ഓക്കെ. അതിന്റെ താഴെയോ? നൂല്. ഇത്രേ ഉള്ളൂ. പുരാന. ഓക്കെ. അപ്പൊ വായിക്കാൻ അറിയാം മക്കൾക്ക്? ആ പേജ് നന്നായി വായിക്കൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പേജ് നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ പുലി പൂവ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിഹ്നങ്ങളെ പഠിച്ചത് ഓർക്കണേ. ഗായത്രി വീഡിയോ ഓൺ ചെയ്തേ മോളെ. നെക്സ്റ്റ് പേജ് കണ്ടോ? പേജ് നമ്പർ എത്രയാ നിങ്ങളിതില്? അഴകുള്ള ചങ്ങാതിമാർ എന്നാണ് അല്ലേ. 16 ആയിരിക്കും പേജ് നമ്പർ അല്ലേ. അഴകുള്ള ചങ്ങാതിമാർ.
ഉണ്ടോ? എന്താ ഉള്ളത് അവിടെ അഴകുള്ള ചങ്ങാതിമാര്? ഈ ഒരു പേജാ ഇപ്പൊ മിസ് പറയുന്നത്. ഇവിടെ കണ്ടോ കുറെ ചെടികൾ ഉണ്ടല്ലേ, പൂക്കളും ഉണ്ട്. അഴകുള്ള ചങ്ങാതിമാർ അല്ലേ? നമുക്ക് നോക്കാം അതൊന്നും അല്ലേ. മുല്ലപ്പൂവ് ചിരിക്കുന്നു, പല്ലിനെന്തു വെളുപ്പാണ്, പനിനീർ പൂവ് കുണുങ്ങുന്നു, മേനിക്കെന്തു മിനുപ്പാണ്, പൊട്ടുതൊടുന്നു പൊട്ടുതൊടുന്നു തെച്ചിപ്പൂ, കണ്ണെഴുതുന്നു കാക്കപ്പൂ, വന്നല്ലോ പൊന്നോണം, പൂക്കൾക്കൊക്കെ ചാഞ്ചാട്ടം. ഇത്രയും ലൈൻസ് ഉണ്ടല്ലേ ഇവിടെ. കുറെ ചെടികളുണ്ട് അല്ലേ, ഏതൊക്കെയോ പൂക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടോ നിങ്ങളെ? നല്ലൊരു പൂന്തോട്ടം ഉണ്ടല്ലേ ഇവിടെ. നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ. മുല്ലപ്പൂവ് ചിരിക്കുന്നു. മുല്ലപ്പൂവിന്റെ കളർ എന്താ മക്കളെ? എന്താ നിറം മുല്ലപ്പൂവിന്റെ? മുല്ലപ്പൂ അറിയോ നിങ്ങൾക്ക്? ജാസ്മിൻ അറിയില്ലേ? ആരും കണ്ടിട്ടേ ഇല്ല മുല്ലപ്പൂവ്? ആർക്കറിയാം മുല്ലപ്പൂവിന് എന്താണ് നിറം? ഹർഷാലിന് അറിയാം. എന്താ ഹർഷാലേ? വെള്ള കളറാണ് മുല്ലപ്പൂ. അതാ പറഞ്ഞ പല്ലിന് എന്ത് വെളുപ്പം. പല്ലിന്റെ നിറം എന്താ? പല്ലിന്റെ നമ്മളെ മഞ്ഞപ്പല്ലുണ്ടോ ആർക്കെങ്കിലും? മഞ്ഞ നിറമുള്ള പല്ലുണ്ടോ? നോക്കട്ടെ, ഒന്ന് കാണിച്ചേ പല്ല്. മഞ്ഞ നിറം ഉണ്ടെങ്കിൽ എന്താന്ന് അർത്ഥമെന്നറിയോ? പല്ല് തേക്കാറേ ഇല്ല. അപ്പൊ ജെയിംസ് ഒക്കെ വരും, പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവേ. പിന്നെ കൊറോണ പിടിക്കുകയും ചെയ്യും ഹോസ്പിറ്റലിൽ പോയാൽ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ല ശീലങ്ങളിലല്ലേ, നന്നായിട്ട് 2 നേരവും പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും തേക്കാറുണ്ടോ? അപ്പൊ ഫാത്തിമയുടെ പല്ല് നല്ല വെളുപ്പുണ്ട് കേട്ടോ. അപ്പൊ പല്ലിന് വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റ് കളർ അല്ലാത്തവര് പല്ല് തേച്ചിട്ടില്ല എന്നാണ് അർത്ഥം. മഞ്ഞ കളർ ഉണ്ടോ? ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ട് ആരും ശരിക്കൊന്നും കാണിക്കുന്നില്ല പല്ലിങ്ങനെ അല്ലേ മാനവേ? മാനവിന് നല്ല വൈറ്റ് കളറിലുള്ള പല്ലമ്മയുണ്ട് അല്ലേ. അപ്പൊ മുല്ലപ്പൂവ് ചിരിക്കുന്നു, പല്ലിനെന്ത് വെളുപ്പാണ്. നെക്സ്റ്റ്, പനിനീർ പൂവ് കുണുങ്ങുന്നു. പനിനീർ പൂവ് കണ്ടിട്ടുണ്ടോ? പനിനീർ പുഷ്പം, റോസാപ്പൂവ് കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ കളറിലുണ്ട്? കുറെ കളറിൽ കാണാറുണ്ടല്ലേ നമ്മള്. ഇവിടെ റെഡ് കളറിലുള്ളതാണ് കാണുന്നത് അല്ലേ. പല്ല് കണ്ടു ഫാത്തിമ. അപ്പൊ പനിനീർ പൂവ് കുണുങ്ങുന്നു, മേനിക്കെന്തു മിനുപ്പാണ്, പൊട്ടുതൊടുന്നു തെച്ചിപ്പൂ, കണ്ണെഴുതുന്നു കാക്കപ്പൂ, വന്നല്ലോ പൊന്നോണം, പൂക്കൾക്കൊക്കെ ചാഞ്ചാട്ടം. പൊട്ടുതൊടുന്നു തെച്ചിപ്പൂ. ഇതാ തെച്ചിപ്പൂ ഇവിടെ ഉണ്ട് കണ്ടോ. ആദ്യം മുല്ലപ്പൂ കാണിച്ചിട്ടുണ്ട്, പിന്നെ പനിനീർ പുഷ്പം കാണിച്ചിട്ടുണ്ട്, നെക്സ്റ്റ് തെച്ചിപ്പൂ, ചെത്തിപ്പൂ ഉണ്ടല്ലേ ഇവിടെ. റെഡ് കളറിൽ കാണുന്ന പൂവുണ്ടോ മൂന്നാമത്? അതാ പറഞ്ഞത്. അപ്പൊ നമ്മള് ചുവന്ന പൊട്ടൊക്കെ തൊടാറുണ്ടല്ലേ. പൊട്ട് തൊടാത്തവരും ഉണ്ടാവേ. അതാ പറഞ്ഞ പൊട്ടു തൊടുന്നു തെച്ചിപ്പൂ, പിന്നെയോ കണ്ണെഴുതുന്നു കാക്കപ്പൂ. കാക്കപ്പൂ കണ്ടിട്ടുണ്ടോ? എവിടെ ഉണ്ടാവുക ദിയ? ദിയ കണ്ടിട്ടില്ല പറഞ്ഞു. ഒരു കാക്കപ്പൂ ഉണ്ട്, ഒരു വയലറ്റ് കളറിലില്ലേ അല്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എവിടെയെങ്കിലും കിട്ടിയ കാണിച്ചു തരാം കേട്ടോ. ഇതെവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക്. ഇപ്പൊ കണ്ണെഴുതുന്നു കാക്കപ്പൂ, വന്നല്ലോ പൊന്നോണം, പൂക്കൾക്കൊക്കെ ചാഞ്ചാട്ടം. ഇപ്പൊ പൊന്നോണം വന്ന എങ്ങനെയാ? ഓണക്കാലത്ത് നിറയെ പൂകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇഷ്ടം പോലെ പൂകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു റൈംസ് നമുക്ക് പാടി പഠിക്കണേ.
എന്താ പേര്? അഴകുള്ള ചങ്ങാതിമാർ അല്ലേ? അഴകുള്ള ചങ്ങാതിമാർ. അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തിലെ മക്കളെ ഏതാണ്? പുലി, പൂവ്, ആ 2 വേർഡ്സ് നമ്മൾ 2 ലൈൻ ബുക്കിലേക്ക് എഴുതണം വരച്ചിട്ട്. 2 എണ്ണം മാത്രം. പുലി, പൂവ് ട്ടോ. പിന്നെ നമ്മുടെ കഴ്സീവ് ബുക്ക് അക്ഷരദീപം ബുക്കില്ലേ? അക്ഷരദീപം ബുക്കില് ചിഹ്നങ്ങളിന്റെ ഒരു ഭാഗമുണ്ട്. ക, ക, കി, കി. നമ്മൾ അന്ന് ചിലവർക്ക് മിസ് ഹോംവർക്ക് തന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മുടെ അക്ഷരദീപം ബുക്കിലുണ്ട്, അതാണ് എഴുതേണ്ടത് കേട്ടോ. നമ്മളിപ്പോ ചിഹ്നങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ കാ എഴുതണം. നിങ്ങള് കാ പഠിച്ചിട്ടുമില്ല ശരിക്കും, അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിച്ചിട്ട് എഴുതാം കേട്ടോ. ചിഹ്നങ്ങൾ ഓർത്ത് വെക്കണേ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇന്ന്? എത്ര ചിഹ്നങ്ങൾ പഠിച്ചു? ഒന്ന് എഴുതി കാണിച്ചു ആ സ്ലേറ്റിൽ. എവിടെ സ്ലേറ്റ് എടുത്തേ മക്കളെ? ചിഹ്നങ്ങളൊന്നും എഴുതി കാണിച്ചേ. എഴുതി എല്ലാവരും? ഫാത്തിമ, ടേക്ക് സ്ലേറ്റ്. ടെക്സ്റ്റ് ബുക്കല്ലേ ഉള്ളൂ, ടേക്ക് സ്ലേറ്റ്. ഒന്ന് എഴുതി കാണിച്ചേ. ആ ഗായത്രി, അനീഷ്. ഓക്കെ, അതിപ്പോ പഠിച്ചത്. നെക്സ്റ്റ് അതിന് തൊട്ട് മുന്നേ പഠിച്ചത് എന്തെങ്കിലും കൂടി എഴുതിയേ. ഇതാ ഇവിടെ എഴുതാം മിസ്. ഏതൊക്കെയാ? നെക്സ്റ്റ് ഈ, ഊ, എഴുതിക്കോ. സ്ലേറ്റിൽ എഴുതുന്ന കേട്ടോ ഇത്രയും. എഴുതി എല്ലാവരും? പറഞ്ഞുകൊണ്ട് എഴുതും. വെരി ഗുഡ് ഹർഷാൽ. നെക്സ്റ്റ് മുഹമ്മദ് റിസ്വാൻ, വെരി ഗുഡ്. അടുത്ത ആരെഴുതി? ഗായത്രി എഴുതിയില്ലേ? ഗായത്രി, എന്തു പറ്റി ഗായത്രിക്ക് ഇന്ന്? ബോർഡ് കാണിക്കോ? ബോർഡ് കാണിക്കോ? കാണിച്ചു. ഫാത്തിമ, വെരി ഗുഡ്. ഇതാ ബോർഡ് നോക്കി എഴുതിക്കോ. ദീകുട്ടി എഴുതിയോ? ജാനകി, മനു, ഇഷിത, റിഷാൻ, ഗായത്രി, അനീഷ്, മാനവ്, ഷൈജു, ധൻദേവ്. ഓക്കെ, വെരി ഗുഡ്. എഴുതിയ മക്കളെ? ഇപ്പൊ നമ്മളെ ക്ലാസ്സിന്റെ ടൈം കഴിയും. അപ്പൊ മക്കളെല്ലാവരും ഇന്ന് ഹോംവർക്കിൽ എഴുതി, സ്ലേറ്റിൽ എഴുതി പഠിക്കണം. അതുപോലെ ഹോംവർക്കും എഴുതണം കേട്ടോ. അക്ഷരദീപം ബുക്കും കംപ്ലീറ്റ് ചെയ്യണേ. കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ബൈ. വെരി ഗുഡ്. എല്ലാവരും എഴുതി പഠിക്കണേ മക്കള്. 2 പേര് അടുപ്പിച്ചിട്ടുണ്ടായതല്ലേ മക്കൾക്ക് അല്ലേ? അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, സി യു. ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ, വെരി ഗുഡ്. ഓക്കെ, ബൈ.